മണിപ്പൂരിനെ കുറിച്ച് പോലും ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായില്ല അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. മണിപ്പൂരിനെ കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറായില്ല. സമരത്തിന്റെ കൊടുങ്കാറ്റിന്റെ മുമ്പിൽ അവർ തയ്യാറാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ സമരം നിരാഹാര സമരത്തിലൂടെ വളർന്നു വന്നിരിച്ച സമരം പ്രശാന്ത് ശിവൻ, പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതെന്തു മര്യാദയാണ് പ്രധാനമന്ത്രി ഈ സെൽഫി വീഡിയോയിൽ കൂടിയൊക്കെ ഇത്രയും വലിയൊരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്തോട് പറയാനുണ്ടെങ്കിൽ പാർലമെന്റ് നടക്കുന്ന സമയത്ത് പാർലമെന്റിലല്ലേ അത് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്? സെൽഫി വീഡിയോയിലൂടെയാണോ പറയേണ്ടത്? മറ്റൊന്ന്, ഈ സെൽഫി വീഡിയോയിൽ പോലും അദ്ദേഹം ഈ ഫ്രണ്ട്സ് എന്നൊക്കെ കുട്ടികളെ അഭിസംബോധന ചെയ്ത് പറയുമ്പോഴും എന്തുകൊണ്ടാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയാത്തത്? അത് നടപ്പാക്കാമെന്നല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയാത്തത് എന്തുകൊണ്ടാവാം? അപ്പോൾ ഈ കുട്ടികളോട് അദ്ദേഹത്തിന് എത്ര ആത്മാർത്ഥതയുണ്ട്? എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഇതിനകത്ത് നിഷയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. അതിന് മുമ്പ് ഒരു 2 മിനിറ്റ് സമയം തരണം. നേരത്തെ എ റഹീമും മറ്റേ ജിൻഡോ ജോണും പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി ഇവിടെ നരേന്ദ്രമോദിയുടെ അഹന്തയ്ക്കുള്ള മറുപടി ലഭിക്കുമെന്ന് എ റഹീം പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് എനിക്ക് വിനയത്തോട് പറയാനുള്ളത്, ഇവിടെ അഹന്തയ്ക്കുള്ള മറുപടി ലഭിച്ചത് സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും 100-ൽ നിന്ന് ഇന്നിപ്പോ 32-ലേക്ക് എത്തിയിരിക്കുന്നത്. അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ഇവിടെ ഇത്തവണ 100-ൽ നിന്ന് 32-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തവണ കുണ്ട്ര അണ്ടി ആഫീസിൽ ഇരുന്ന് കാറ്റുകൊള്ളാനുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അടുത്തവണ കുണ്ട്ര അണ്ടി ആഫീസിൽ ഇരുന്ന് കാറ്റുകൊള്ളാനുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നിങ്ങൾ ഈ കേരളത്തിലുണ്ടായ PSC സമരത്തോടും നഴ്സുമാരുടെ സമരത്തോടും ആശാവർക്കർമാരുടെ സമരത്തോടും അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന തരത്തിലുള്ള സമീപനമാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ എടുത്തിരുന്നത്. ആ അഹന്തയ്ക്കുള്ള മറുപടിയാണ് ഇന്ന് ജനം CPM-ന്റെ നേതാക്കന്മാരെ വീട്ടിലെത്തിയത് എന്നുള്ള കാര്യം റഹീം മറക്കാതിരുന്നാൽ കൊള്ളാമെന്നാണ് റഹീമിനോട് പറയാനായിട്ടുള്ളത്. ഭരണഘടനയെ കുറിച്ച് പറയുന്ന ആളുകൾ 1975-ലെ ഇന്ദിരാഗാന്ധിയുടെ കാലിന്റെ അടിയിൽ കൊണ്ടാണ് നിങ്ങൾ ഭരണഘടനയെ വെച്ചത്. ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളുകളാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. പിന്നെ 2011-ലെ അണ്ണാ ഹസാരുടെ സമരത്തെയും ബാബ രാംദേവിന്റെ സമരത്തെയും 2012-ലെ നിർഭയ സമരത്തെയും നിങ്ങൾ എങ്ങനെയാണ് നേരിട്ടതെന്ന് ചരിത്രമെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ചോദിച്ചു എന്ത് നടപടിയാണ് എടുത്തതെന്നുള്ളത്. മെയ് മാസം 3-ാം തീയതി നീറ്റ് എക്സാം നടന്നു. മെയ് മാസം 7-ാം തീയതി ക്രമക്കേടുകളെ കുറിച്ച് NTA-ക്ക് അറിവ് കിട്ടി. മെയ് മാസം 8-ാം തീയതി ഈ കേസ് NTA അത് സംസ്ഥാന പോലീസിന് കൈമാറി. മെയ് മാസം 12-ാം തീയതി ഈ എക്സാം റദ്ദാക്കി CBI-ക്ക് കേസ് കൈമാറി. 13 പ്രതികളെ അറസ്റ്റ് ചെയ്തു. മെയ് മാസം 15-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ സംബന്ധിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. വണ്ടി എടുക്കട്ടെ മോളെ. ഇതിനുശേഷം ഉണ്ടായ വിഷയങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ വിഷയം ചർച്ച പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ജൂലൈ മാസം 23-ാം തീയതി വരെ ഇതിൽ പ്രതികരിക്കാൻ കാത്തിരുന്നത്? എന്തൊരു ചൊറിച്ചില്. അല്ല, ഇതിലത്തെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കുറ്റങ്ങൾ നടന്നിട്ടുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തിയില്ലേ? CBI ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടലുകൾ നടത്തിയില്ലേ? പിന്നെ ഇതിനകത്ത് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാമെന്ന് പാർലമെന്റിന്റെ ചുമതലയുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ? അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. ശ്രീ പ്രശാന്ത് ശിവൻ, ചെറുപ്പക്കാരാണ് ഈ രാജ്യത്തിന്റെ എല്ലാം എന്ന് പറയുന്ന പ്രധാനമന്ത്രി അവർക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ട് 21 കുട്ടികൾ ജീവൻ ഒടുക്കുന്നിടം വരെ ജൂലൈ 23 വരെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് 2 കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്കിങ്ങി? വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. 2, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. മെയ് മാസം 12-ാം തീയതി മുതൽ ഈ വിഷയത്തിൽ തുടർച്ചയായി CBI-യുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും രസമാണ് ഇവിടെ. തുടർച്ചയായി കോടതിയിൽ വാദം കേൾക്കാൻ തയ്യാറാവണമെന്ന് പറയുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ അതേക്കുറിച്ച് പറയണ്ടല്ലോ. അതുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, 2 മാസം രാജ്യത്തെ പൊള്ളുന്ന വിഷയത്തിൽ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയാണോ
ഈ രാജ്യത്തോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള പ്രധാനമന്ത്രി? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഈ 2 മാസത്തിനിടയിൽ എന്തെല്ലാം നടപടികൾ കൈക്കൊണ്ടു എന്നതിനെ കുറിച്ച് എന്താ നിഷ പറയാത്തത്? ഇതിന്റെ പുറകിലുണ്ടായിരുന്ന ഈ മോഷണത്തിൽ, ചോദ്യപേപ്പർ മോഷണത്തിന്റെ പുറകിൽ നിന്ന ആളുകളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ജയിലിലല്ലേ ഉള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്തുന്നില്ലേ ഇത്രയും ക്വിക്കായിട്ട്? അതിനുശേഷം ആ പരീക്ഷ മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഉടനടി തന്നെ പരീക്ഷ റീ എക്സാം വെക്കുന്നു, അതിന്റെ ഫലപ്രസിദ്ധീകരണം വരെ ഉണ്ടായില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തിനാണ് ഇന്നലെ അർദ്ധരാത്രിയിലെ സെൽഫി വീഡിയോ? ഇതിനകത്ത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പാർലമെന്റിനകത്ത് ഈ വിഷയവുമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായി പാർലമെന്റിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടും പ്രതിപക്ഷം എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് സാർ സെൽഫി വീഡിയോ എടുത്തിടുന്നത്? പാർലമെന്റിലല്ലേ മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി? ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എത്ര തവണ പറഞ്ഞു പാർലമെന്റിനകത്ത് ചർച്ച വേണം? പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്താൻ എന്താണ് തടസ്സം? ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. വേണ്ട. ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചു പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പൊ നിഷേധം പറയുന്നത് ചർച്ച വേണ്ട എന്ന്. ഇപ്പൊ പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ല, ചർച്ച വേണ്ട എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ പോലും പ്രധാനമന്ത്രിക്ക് രാജ്യത്തോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ പാർലമെന്റിലെ പ്രസ്താവന ഈ വിഷയത്തിൽ നടത്തുന്നതിൽ എന്താണ് തടസ്സം? ചർച്ച നടത്താമെന്ന് BJP പറയുന്നുണ്ടല്ലോ. അതല്ല ഉദ്ദേശം. ഞാൻ പ്രധാനമന്ത്രി സെൽഫി വീഡിയോ എടുക്കുന്ന പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ പ്രസ്താവന നടത്തിക്കൂടെന്നാണ് ഞാൻ ചോദിച്ചത്. കൂടിയ ദിവസം മുതൽ പറയുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താം, എത്ര സമയം വേണമെങ്കിൽ സംസാരിക്കാം, എത്ര ദിവസം എടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് കരയണം. ഈ 5 ദിവസങ്ങൾ കഴിയുന്നതിനിടയിൽ പാർലമെന്റിന്റെ തന്റെ സ്വന്തം ഓഫീസിൽ വരുന്ന പ്രധാനമന്ത്രി ഒരു ദിവസം പോലും ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ വന്ന് എത്തി നോക്കിയിട്ടില്ല. ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പോട്ടെ, പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളോട് വരൂ എന്റെ ചേംബറിലേക്ക് വരൂ, പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് പാർലമെന്ററി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെ രാജ്യസഭയുടെ കക്ഷി നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ 2014 കോൺഗ്രസ് ഭരിക്കുന്ന ജനാധിപത്യവിരുദ്ധതയുടെ എല്ലാ തലങ്ങളിലും മറുപടി പറയേണ്ടതായിട്ട് വരും. കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മറുപടി കൊടുക്കാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരാത്തത്. മണിപ്പൂരിലെ സംഭവം ഉണ്ടായി, നേക്കഡ് പരേഡ് ഉണ്ടായി, മണിപ്പൂരിലെ നീണ്ടുനിന്ന കലാപങ്ങൾ ഉണ്ടായി. മണിപ്പൂരിനെ കുറിച്ച് പോലും ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായില്ല അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. മണിപ്പൂരിനെ കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറായില്ല. സമരത്തിന്റെ കൊടുങ്കാറ്റിന്റെ മുമ്പിൽ അവർ തയ്യാറാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ സമരം നിരാഹാര സമരത്തിലൂടെ വളർന്നു വന്നിരിച്ച സമരം നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ജനാധിപത്യപരമായി ക്രിയേറ്റീവായി ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരിലേക്ക് വരുന്നു. ഇന്ന് ഈ രാജ്യത്ത് 2 തരം മനുഷ്യരേ ഉള്ളൂ, 2 അഭിപ്രായങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ രാജ്യത്തെ ഈ ജനാധിപത്യ വിരുദ്ധ സർക്കാരിനെതിരെ നിലയുറപ്പിക്കുന്നവർ. മറ്റൊന്ന്, ഈ ജനാധിപത്യ വിരുദ്ധ സർക്കാരിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരുങ്കള്ളനാണ്. അങ്ങനെയുള്ളവരുടെ വാക്ക് വിശ്വസിക്കരുത്. இந்த மாதிரி நேரத்துல வீரங்க எல்லாம் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா?